പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. എന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഒരു MP എന്ന നിലയിൽ, പാർലമെന്റ് അംഗം എന്ന നിലയിൽ പോകാതിരിക്കാൻ കഴിയുമോ? അവിടെ ചെന്ന് അദ്ദേഹം ക്യാൻറ്റീനിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുമ്പോൾ ഇല്ല, ഞാൻ രാഷ്ട്രീയമായി നിങ്ങളോട് വിയോജിപ്പുള്ള ആളാണ്, ഒരു കാരണവശാലും ഇതിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് ബഹിഷ്കരിക്കാൻ എൻ്റെ രാഷ്ട്രീയ സംസ്കാരം അനുവദിക്കുന്നില്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരവും അനുവദിക്കുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ പരസ്യമായിട്ടാണ് പാർലമെന്റിന്റെ ക്യാൻറ്റീനിൽ, ഒന്നാം നിലയിലുള്ള ക്യാൻറ്റീനിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ മറ്റു നിരവധി പാർലമെന്റ് അംഗങ്ങളുണ്ട്, അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പരസ്യമായി നടത്തിയ ഒരു സൗഹൃദ സംഭാഷണം അല്ലെങ്കിൽ സൗഹൃദ വിരുന്ന് എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അദ്ദേഹം എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ ക്ഷണിച്ചതെന്നതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. അവിടെ വന്നതിൽ മിക്കവാറും പാർലമെന്റിൽ നന്നായി പെർഫോം ചെയ്യുന്നവരാണ്. പാർലമെന്ററി പ്രവർത്തന രംഗത്ത് അവാർഡുകൾ ലഭിച്ചിട്ടുള്ള പേരാണ് മിക്കവാറും അതിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരെല്ലാം. അപ്പോൾ അതിനെ വിവാദവൽക്കരിച്ച് രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് CPM നടത്തുന്നത്. അത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ പൊതുവെയും കൊല്ലത്തെ ജനങ്ങൾ പ്രത്യേകിച്ചും തിരിച്ചറിയും. ഇനി വളരെ രസകരമായിട്ടുള്ള സംഭവം, ഞാൻ BJP-യിലേക്ക് പോകുന്നു, ഞാനിതാ മുന്നണി മാറാൻ പോകുന്നു, രാഷ്ട്രീയം മാറാൻ പോകുന്നു, അതിൻ്റെ തുടക്കമാണ് ഇതെന്നുള്ള നിലയിലാണ് വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ ഫേക്ക് വീഡിയോകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തീരുമാനമെടുക്കുമ്പോൾ എല്ലാവരെയും അറിയിക്കുമെന്നുള്ള നിലയിൽ പോലുമുള്ള എൻ്റെ പേരിലുള്ള ഫേക്കായിട്ടുള്ള വ്യാജ വീഡിയോകൾ CPM സൈബർ വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ, നേതൃത്വത്തിൽ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീനമായിട്ടുള്ള പ്രചരണമാണ് CPM-ൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തീർച്ചയായിട്ടും കേരളത്തിലെ കൊല്ലത്തെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1:45 മണി 2 മണിയോടുകൂടിയാണ് വിളിക്കുന്നത്. 2:30 മണി 2:45 ഞങ്ങൾ ലഞ്ച് കഴിഞ്ഞു, അവിടെ നിന്ന് ക്യാൻറ്റീനിൽ നിന്ന് പിരിഞ്ഞു. അവിടെ എല്ലാവരും ഉണ്ട്. ക്യാൻറ്റീൻ 5:30 മണിക്കാണ് കേന്ദ്ര ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ധവളപത്രം പാർലമെന്റിൽ അവതരിപ്പിച്ചതിന്മേലുള്ള ചർച്ച. ആ ധവളപത്രത്തിനെതിരായിട്ടുള്ള നിരാകരണ പ്രമേയം അല്ലെങ്കിൽ ബദൽ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് 20 മിനിറ്റ് ഞാൻ പാർലമെന്റിൽ സംസാരിച്ചു. ഈ ലഞ്ച് കഴിഞ്ഞതിന് ശേഷം, 2:30 മണിക്ക് ലഞ്ച് കഴിഞ്ഞതിന് ശേഷം 5:30 മണിയോടുകൂടി 3 മണിക്കൂർ കഴിയുമ്പോൾ പാർലമെന്റിൽ 20 മിനിറ്റ് നരേന്ദ്രമോദി ഗവൺമെന്റിനെ നഖശികാന്തം വിമർശിച്ചുകൊണ്ടും UPA ഗവൺമെന്റിന്റെ പെർഫോമൻസിനെ പ്രകീർത്തിച്ചുകൊണ്ടും സംസാരിച്ചു. അപ്പൊ അതിനെ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അതിനെ കാണാനല്ല, അവിചാരിതമായി പ്രധാനമന്ത്രി വിളിച്ച ഒരു സൗഹൃദ വിരുന്നിൽ, അതും പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച് പരസ്യമായി എല്ലാവരും കാണെ നടത്തിയ ഒരു സൗഹൃദ വിരുന്നിൽ പങ്കെടുത്തു, അദ്ദേഹവുമായി സൗഹൃദം പങ്കിട്ടു എന്നുള്ളത് ഒരു മാരകമായ കുറ്റമായി ചിത്രീകരിക്കാനും വിവാദവൽക്കരിക്കാനുമുള്ള CPM-ന്റെ നീക്കത്തെ നല്ലതുപോലെ തിരിച്ചറിയും. എന്നെ അറിയുന്നവർക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ 1988-ൽ RSPയുടെ പ്രതിനിധിയായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പൊതുപ്രവർത്തന രംഗത്ത്, പാർലമെന്ററി രംഗത്ത് പ്രവർത്തനം ആരംഭിച്ചയാളാണ്. അതിനുശേഷം എത്ര തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചതെല്ലാം RSPയുടെ സ്ഥാനാർത്ഥിയായി തന്നെയാണ് മത്സരിച്ചത്. തുടർന്നും RSP ആയി തന്നെ നിലകൊള്ളും. രാഷ്ട്രീയമായി വ്യക്തമായ അഭിപ്രായം, അതിശക്തമായിട്ടുള്ള നിലപാട് എക്കാലവും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളൊക്കെ ജനങ്ങളിൽ, പ്രത്യേകിച്ചും മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ, CPM ലക്ഷ്യം വെക്കുന്നത് അതാണ്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ആശങ്കയും സംശയവും ഉണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള കൃത്യമായ തന്ത്രമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJP-യും സമാന സ്വഭാവത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ 2 പ്രചരണങ്ങളെയും അതിജീവിച്ച് അതിശക്തമായി മുന്നോട്ട് പോകാനുള്ള കരുത്ത്, ശക്തി മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്നെ പ്രധാനമന്ത്രി, അതാണ് ഞാൻ സൂചിപ്പിച്ചത്, പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനിടെ, സമ്മേളനം അവസാനിക്കുന്ന ദിവസം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കാണാൻ ചെല്ലണമെന്ന് ആവശ്യപ്പെടുന്നു. അദ്ദേഹം ഭക്ഷണത്തിന് തൊട്ട് നേരെ ക്യാൻറ്റീനിൽ പോകുന്നു, ഭക്ഷണത്തിന് ക്ഷണിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം സൗഹൃദ സംഭാഷണം നടത്തിയതിനെ രാഷ്ട്രീയ നിലപാടായിട്ടാണ് വിശദീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, പിണറായി വിജയൻ കേരളത്തിൽ നടത്തിയിട്ടുള്ള ഇഫ്താർ വിരുന്നുകൾ ഉൾപ്പെടെയുള്ള വിരുന്നുകളിലൊക്കെ ക്ഷണിച്ചിട്ടുള്ളവരാരൊക്കെയാണ്? BJP-യുടെയും RSS-ന്റെയും പ്രതിനിധികൾ പിണറായി വിജയനോടൊപ്പം ഈ പറയുന്ന സൗഹൃദ വിരുന്നുകളിൽ പങ്കെടുത്തിട്ടില്ലേ? അങ്ങനെ എത്രയോ അനുഭവങ്ങൾ വേണമെങ്കിൽ വിശദീകരിക്കാൻ കഴിയും. അപ്പോൾ അതിനെയെല്ലാം രാഷ്ട്രീയ വിവാദമാക്കി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും.
കൊല്ലം നാഷണൽ ഹൈവേ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി വന്നത് ഞാൻ പറഞ്ഞിട്ടും ഞാൻ ആവശ്യപ്പെട്ടിട്ടുമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം പരസ്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞു എന്ന് മാത്രമല്ല 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPM മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വിഷയം ഞാൻ വോട്ട് ചെയ്ത് അല്ലെങ്കിൽ ലഭിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ BJP-യിൽ ചേരും, BJP-യുടെ മന്ത്രിസഭയിൽ ചേരുമെന്നുള്ള വ്യാപകമായ പ്രചരണമായിരുന്നു അന്ന് നടത്തിയത്. 5 വർഷം കഴിഞ്ഞല്ലോ. ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, ഇന്ത്യൻ പാർലമെന്റിൽ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നയങ്ങൾക്കും നിലപാടുകൾക്കുമെതിരായി ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ളത്, ശക്തമായി പ്രതികരിച്ചിട്ടുള്ളത്, നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് പാർലമെന്റിനകത്തും പുറത്തും RSPയുടെ പ്രതിനിധി എന്ന നിലയിൽ, UPA-യുടെ പ്രതിനിധി എന്ന നിലയിൽ, ഇന്ത്യ മുന്നണിയുടെ പ്രതിനിധി എന്ന നിലയിൽ ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരാളായി പ്രതിപക്ഷ നേതൃനിരയിൽ നിന്ന് പ്രവർത്തിച്ചയാളാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് 2:30 മണി 2:45 മണിക്ക് ലഞ്ച് കഴിഞ്ഞതിന് ശേഷം 5:30 മണിക്ക് നടത്തിയ എൻ്റെ പ്രസംഗം 20 മിനിറ്റ് നീണ്ടു നിന്ന കാരണം RSP നേതാവ് NK പ്രേമചന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഒരു സൗഹൃദ വിരുന്നിൽ പങ്കെടുത്തതിനെ ഇന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ ഉൾപ്പെടെ പല ആളുകളും വിമർശിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ BJP രംഗപ്രവേശത്തിൻ്റെ ആദ്യ ചുവടാണ് ഈ സൗഹൃദ വിരുന്ന് എന്നായിരുന്നു ആക്ഷേപം. എന്നാൽ താൻ എന്നും RSPക്കാരനായിരുന്നു, RSPക്കാരനായി തുടങ്ങി, RSPക്കാരനായി തിളങ്ങും, RSPക്കാരനായി തുടരും. മാത്രമല്ല പ്രധാനമന്ത്രി കാണുന്ന ആളുകളെല്ലാം BJP ചേരുന്നവരാണോ എന്നും അദ്ദേഹം ചോദിക്കും.